നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കേരള പോണി സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പുനലൂരിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ കേന്ദ്രം ബോധപൂർവം ശ്രമിക്കുകയാണെന്നും മന്ത്രി. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയുടെയും കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരള പോണി സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 23 മത്സരങ്ങൾ സമാപിക്കും. പുനലൂർ മുനിസിപ്പൽ ഗ്രൌണ്ടിൽ ശനിയാഴ്ച രാവിലെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 11 ജില്ലകളിൽ നിന്ന് 13 വയസ്സിന് താഴെയും 11 വയസ്സിന് മുകളിലുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സമ്മേളനം പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചാളുകൾ ജയിക്കും, കുറച്ചാളുകൾ തോക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മത്സരിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും വളരെ വീറോടും വാശിയോടും കൂടി നിങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കും എന്ന് ഞാൻ ഉറപ്പുണ്ട്. കെ ധർമ്മരാജൻ അധ്യക്ഷനായി. സോഫ്റ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനിൽ എം ജോൺ സ്വാഗതം പറഞ്ഞു. വി വിഷ്ണുദേവ്, ബിജു എം ജെ, സി ആർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. തലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മഞ്ഞക്കാലയിൽ ആരംഭിച്ച ഔട്ട്ലെറ്റ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ജനവാസ മേഖലയിൽ ആരംഭിച്ച സർക്കാർ മദ്യവിൽപ്പനശാല പൂട്ടി. കുന്നിക്കോട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റാണ് തലവൂർ പഞ്ചായത്തിലെ മഞ്ഞക്കാല വാർഡിൽ ചെമ്മണയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും രാഷ്ട്രീയ കക്ഷികളും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ഔട്ട്ലെറ്റ് താൽക്കാലികമായി പൂട്ടുകയായിരുന്നു. കാണാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ചെമ്മണ എന്നൊരു ഗ്രാമത്തിൽ മദ്യമൊഴുക്കാൻ നോക്കുമ്പോൾ കുടിയന്മാരുടെ കൂത്താട്ടങ്ങൾ കാണാൻ ഞങ്ങൾക്ക് മനസ്സില്ല. LP സ്കൂളിൽ കുരുന്നുകൾക്ക് കണ്ടുപഠിക്കാനാണോ ബിവറേജ്? എന്നാൽ ബിവറേജിനെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ ശ്രമിച്ച കുന്നിക്കോട് എസ്ഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം നേരിയ സംഘർഷാവസ്ഥയുണ്ടാക്കി. തുടർന്ന് പുനലൂർ CI ബിനു വർഗീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ എക്സൈസ് അധികൃതരുമായി ചർച്ച ചെയ്ത് ബിവറേജ് ഔട്ട്ലെറ്റ് താൽക്കാലികമായി അടച്ചിടുവാൻ തീരുമാനിക്കുകയായിരുന്നു. രാത്രികാലങ്ങളിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ സമീപവാസികൾ അറിയാതെ മദ്യം സ്റ്റോക്ക് ചെയ്ത ശേഷം ഇന്നലെ രാവിലെ തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ മതിലും ഷെഡും തകർത്ത സമരക്കാർ ഇതുവഴിയുള്ള റോഡും ഉപരോധിച്ചു. തലൂർ മണ്ഡലത്തിൽ വരുവാൻ യാതൊരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കും. പരമ്പറ്റ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് വന്നിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നത്തെ ജനങ്ങൾ ഒന്നടങ്കം കൈക്കൊണ്ടത്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ ഒരു പ്രശ്നമേ അല്ല. എല്ലാ രാഷ്ട്രീയക്കാരും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രതിഷേധ യോഗമാണ് ഇവിടെ. ഇന്നലെ ഒരു ഔട്ട്ലെറ്റ് വരികയും ഈ ഔട്ട്ലെറ്റ് ഒരു രാത്രി കൊണ്ട് തുറന്നു പ്രവർത്തിക്കുകയും അത് ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള സമൂഹത്തിനും ഏറ്റവും അധികം പ്രതിഷേധവും അതിനൊക്കെ ഉപരിയായിട്ട് ഇവിടെ മദ്യപാന്മാർ അഴിഞ്ഞാടുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം രാത്രിയിൽ ഇവിടെ മദ്യപാന്മാരെ അടിച്ചു തീർക്കുകയും ഇവിടെ ഒരു അന്ധകാരമാകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഫോം ചെയ്തതിനെതിരെ ഈ നാട്ടിലുള്ള തലൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല പത്തനാപുരം നിയോജകമണ്ഡലത്തിലുള്ള ബഹുഭൂരിപക്ഷം സ്ത്രീ ജനങ്ങൾ ഒന്നടങ്കം ഈ പ്രതിഷേധ മീറ്റിംഗിൽ, ഈ പ്രതിഷേധ ധർണയിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നാടിന്റെ ശക്തമായ പ്രതിഷേധം ഇത് അടച്ചു പൂട്ടുന്ന സമയം വരെ ഞങ്ങൾ ഒത്തൊരുമിച്ച് ഉണ്ടായിരിക്കും. ഒരു LP സ്കൂളും ഇതിന്റെ നടുക്കൊരു മദ്യഷോപ്പ്, ഇത് ശരിയാണോ?
ഞങ്ങളെയും കൊണ്ടുകൂടെ ഉൾപ്പെടെ പ്രതിജ്ഞ എടുപ്പിച്ചതാ ഈ പൊതുവിദ്യാലയം സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അതേ സർക്കാർ തന്നെ പൊതുവിദ്യാലയത്തെ നശിപ്പിക്കാൻ നോക്കുക. എനിക്കിത് പൊതുവിദ്യാലയത്തിന് ഏറ്റവും ഒരു ക്യാൻസർ രോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ രാവിലെ ആരും അറിയാതെ ഏകദേശം ഒരു 10 മണിയായപ്പോഴേക്കും ബിവറേജിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങുകയും മാത്രമല്ല ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇതൊരു വളരെ ഇടുങ്ങിയ റോഡാണ്. ഇന്നലെ ഒരു വഴിയാത്രക്കാരന് പോലും ഇതിലേക്കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ. മാത്രമല്ല ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു നഴ്സറി സ്കൂള്, തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് പ്രൈമറി സ്കൂള്, ആ രണ്ടു ഭാഗത്തേക്കുമുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ ഇന്നലെ ഉണ്ടായി. നിലവിൽ ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങിയ വീടിന് സമീപത്ത് 2 വിദ്യാലയങ്ങളും ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ജനവാസ മേഖലയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മതപാഠശാല രാമായണ മത്സരങ്ങളുടെ ഭാഗമായി പുനലൂർ ദേവസ്വം ഗ്രൂപ്പ് തല മത്സരങ്ങൾ കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. 100 കണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു. രാമായണ പാരായണം, പ്രഭാഷണം, പ്രശ്നോത്തരി, ഉപന്യാസരചന എന്നീ മത്സരങ്ങളാണ് നടന്നത്. പുനലൂർ ഗ്രൂപ്പിലുള്ള 15ൽ പരം മതപാഠശാലകളിൽ നിന്നായി 100 കണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു. മത്സരങ്ങൾ പുനലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയും അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് മതപാഠശാല തിരുവിതാംകൂർ ദേവസ്വം എല്ലായിടത്തും രൂപീകരിച്ചിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും ഈ ഓരോരോ ദിവസങ്ങളിൽ ഒരു ചെറിയ വെച്ച് ഉരഞ്ഞ മത്സരം മറ്റുള്ള കാര്യങ്ങളും നടത്തിയ ശേഷം 30-ാം തീയതി പുല്ലൂർ 30-ാം തീയതി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ മതപാഠശാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആശയ സംവാദം, ഒരു പരസ്പരം എല്ലാവരും അറിയാൻ വേണ്ടിയും മറ്റും പരസ്പരം പറഞ്ഞിരിക്കുന്ന കഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഒരു വലിയ മഹാസമ്മേളനം നമ്മൾ നടത്താൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നടത്തുന്ന പുല്ലു ഗ്രൂപ്പിലെ ഒരു സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സജി അധ്യക്ഷനായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മതപാഠശാല കോർഡിനേറ്റർ മാത്ര സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. പുനലൂർ ഗ്രൂപ്പ് കൺവീനർ അനൂപ് വയല സ്വാഗതം പറഞ്ഞു. സുജാത അഷ്ടമംഗലം നന്ദി രേഖപ്പെടുത്തി. ബോർഡിന്റെ 20 ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള വിജയികളെ ഉൾപ്പെടുത്തി ബോർഡ് തല മത്സരം 30-ന് പുനലൂർ പുതിയിടത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ സ്വകാര്യ വ്യക്തികളും നാഷണൽ ഹൈവേ അധികൃതരും ചേർന്ന് റോഡിൽ പാറയും തടികളും മണലും നിക്ഷേപിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് NCP തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ഇടമണ്ണിൽ നടന്ന ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് CA മുഹമ്മദ് റാഫി അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ TR സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആര്യങ്ക പോലെയുള്ള റോഡ് സൈഡിൽ ഈ ഹൈവേയുടെ മരങ്ങൾ മുറിച്ച് കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ ബസ് യാത്രക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ മാസങ്ങളോളം ഈ തടി പിടിക്കുകയും നാട്ടുകാർ പല ആവർത്തി ഇത് ഇവിടുത്തെ ഹൈവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇത് എടുത്തു മാറ്റാനോ ഇതിനൊരു നടപടി ഉണ്ടാവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഇവിടെ ഒരു ഇടുങ്ങിയ വീതി കുറഞ്ഞ സ്ഥലമാണ്. സ്കൂൾ വിടുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ വെയിറ്റ് ഷെഡിൽ കയറി ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇവിടെ. ഈ തടി ഇവിടെ മുറിച്ചിട്ടിട്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ പുറത്തായി. ഇത് പല ആവർത്തി ഇവിടുത്തെ നേതാക്കന്മാരും നാട്ടുകാരും ഇത് ആവശ്യപ്പെട്ടിട്ട് മാറ്റിയിട്ടില്ലാത്തതിനാൽ ഇന്ന് ഇങ്ങനൊരു സമര പരിപാടി, ഒരു പ്രതിഷേധം NCPയുടെ നേതൃത്വത്തിൽ ഇവിടെ തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വിളിച്ചുകൂട്ടുകയും ഇതിന് നടപടി ഉണ്ടാവാത്ത പക്ഷേ ഇത് ശക്തമായിട്ട് ഇതിനെതിരെ നമ്മൾ ഇവിടെ ഹൈവേ ഓഫീസിൽ, അതായത് ഇതിൻ്റെ പുനലൂരുള്ള ഹൈവേയുടെ ഓഫീസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഞങ്ങൾ ഉപരോധിക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അബ്ദുൾ സലാം, G ജോയിക്കുട്ടി, അജിൻ കുമാർ, സജി ഡിക്രൂസ്, മെഹബൂബ് ഷാജഹാൻ, U സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ സ്വകാര്യ വ്യക്തികളും ദേശീയപാത അധികൃതരും ചേർന്ന് റോഡിൽ പാറയും തടികളും മണലും നിറച്ചിരിക്കുകയാണെന്നും ഇത് വാഹനങ്ങൾ ഓടുന്നതിന് തടസ്സമാണെന്നും NCP നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. സഹകരണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ഫിഷറീസ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും മന്ത്രി. ഒറ്റക്കെട്ടായി നടത്തിയ പ്രതിരോധമാണ് സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ വിട്ടിട്ടില്ല. ഇനിയും പുതിയ പുതിയ മാർഗങ്ങളിലൂടെ എങ്ങനെ നമ്മളെ ചുറ്റിക്കാം എന്നൊക്കെ നോക്കി നടക്കുന്നുണ്ട് കേന്ദ്രം. പക്ഷെ നമുക്കൊരു ശരിയായ നിലപാട് സ്വീകരിച്ചാൽ ഏതു തരം വെല്ലുവിളിയെ നമുക്ക് അവസരമാക്കി മാറ്റി അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും.
തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ കൂടി നമ്മുടെ സഹകരണ ബാങ്കുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ചർച്ച ചെയ്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ പുരോഗതിയിലേക്ക് നയിച്ചത് സഹകരണ പ്രസ്ഥാനങ്ങളാണെന്നും അത്തരം സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുടരുന്നതെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് ബിനു ദാനിയേൽ അധ്യക്ഷനായി. മുൻ എംപി കെ എൻ ബാലഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു. സഹകരണ ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ കെ രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ബി അജയകുമാർ, ദേറ സെക്രട്ടറിയും പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലുമായ റവറന്റ് ഫാദർ കെ വി പോൾ, കാർഷിക ഗ്രാമവികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൌബീല ഷാജഹാൻ, CPM ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ, DCC സെക്രട്ടറി എം ഷെയ്ഖ് ഫരീദ്, ബാങ്ക് ഭരണസമിതി അംഗം ആർ മെഹജാബ്, എം അബ്ദുൽ കരീം, ബാങ്ക് സെക്രട്ടറി ഐ അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. മികച്ച രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ രാജ്യസഭാംഗം കെ എൻ ബാലഗോപാലിനെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. മെഡിക്കൽ എൻട്രൻസിൽ മികച്ച വിജയം നേടിയ ബിസ്മി ഷെയ്ഖ് ഉൾപ്പെടെ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെടുന്ന SSLC +2 തലത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും ചടങ്ങിൽ പുരസ്കാരം നൽകി. പത്തനാപുരം സർവീസ് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് വരണമെന്ന് ബിദിൻ ജോൺസൺ ബിജു എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് നേടിയ അവരുടെ ബന്ധപ്പെട്ട ഭാരവാഹികളിൽ നിന്ന് ട്രോഫി വാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമവും സ്വീകരണവും സംഘടിപ്പിച്ചു. കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ നെടുവത്തൂർ സുന്ദരേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പുനലൂർ വിക്ടോറിയ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് സുകുമാരനാചാര്യയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ നെടുവത്തൂർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഗ്രൗണ്ട് വർക്ക് ഈ കേരള സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. നമ്മളെ അംഗീകരിക്കാത്തവരും നമ്മളെ അംഗീകരിക്കേണ്ടി വരും. നമ്മളെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടെന്നറിയും? ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത് എന്താണെന്നറിയാം? ആ വാർഡിൽ താമസിക്കുന്ന ജനസംഖ്യ വോട്ടർ പട്ടിക എടുക്കും. ആ വോട്ടർ പട്ടികയിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമെങ്കിൽ ഹിന്ദുക്കളിൽ ഇന്ന സമുദായത്തിൽപ്പെട്ടവർ എത്രയുണ്ട് കണക്കെടുക്കും. ഇന്ന സമുദായത്തിൽപ്പെട്ടവർ എത്രയുണ്ട് കണക്കെടുക്കും. മൂന്നാമത്തെ സമുദായത്തിൽ എത്ര പേരുണ്ട് കണക്കെടുക്കും. ആ കണക്കുകൾ പരിശോധിച്ചിട്ട് അതിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു പ്രതിനിധി അവിടെ കാണിക്കണം. അതല്ലേ അല്ലേ? പിന്നെ എങ്ങനെ നമ്മൾ സ്ഥാനാർത്ഥിയോ? പതാക ഉയർത്തലോടെ ആരംഭിച്ച ചടങ്ങിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി SK ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ജനറൽ സെക്രട്ടറി വിജയൻ K ഈരേഴ, ജില്ലാ സെക്രട്ടറി V സുധാകരൻ, താലൂക്ക് പ്രസിഡന്റ് ത്യാഗരാജൻ, ബോർഡ് മെമ്പർ N മാധവനാചാരി, താലൂക്ക് യൂണിയൻ ഖജാൻജി K രാജശേഖരൻ, താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ, N തുളസീധരനാചാരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നെടുവത്തൂർ സുന്ദരേശൻ 2017 മാർച്ചിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ താലൂക്കിലെ വിശ്വകർമ്മജരായ കുട്ടികൾക്ക് അവാർഡ് നൽകി അനുമോദിച്ചു. ഈ വിദ്യാർത്ഥിയെ 2017 MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോട്ടണിയിൽ ഡോക്ടറേറ്റ് നേടിയ K കലയെ ചടങ്ങിൽ ആദരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. അഞ്ചലിൽ ജൻ ഔഷധി സ്റ്റോറിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മരുന്നുകൾക്ക് 80% വിലക്കുറവിലാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഔഷധങ്ങളുടെ വില ക്രമാതീതമായി കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ജൻ ഔഷധി സ്റ്റോറുകൾ വഴി 80% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകുന്നത്. അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ പുത്തേം റോഡിൽ ഫിനിക്സ് PSC കോച്ചിംഗ് സെന്ററിന് എതിർവശത്താണ് സ്റ്റോർ ആരംഭിച്ചത്.
ജനറിക് മരുന്നുകൾ, ബ്രാൻഡഡ് കമ്പനികളുടെ മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ, എല്ലാവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ, ബേബി ഫുഡ് തുടങ്ങിയവയെല്ലാം ഇവിടെ 10 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭിക്കും. അഞ്ചലിലെ ജനൌഷധി സ്റ്റോറിന്റെ ഉദ്ഘാടനം കേരള വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. അലേവൺ പഞ്ചായത്തിന്റെയും അഞ്ചലിന്റെയും അതുപോലെ തന്നെ ഇടമുളയ്ക്കൽ, ഏരൂർ പഞ്ചായത്തുകളുടെ കേന്ദ്രമാണ്. മിക്കവാറും രോഗികളെല്ലാം തന്നെ വരുന്ന മേഖല നമ്മുടെ അഞ്ചലാണ്. സ്വാഭാവികമായിട്ടും അഞ്ചലിനെ ആശ്രയിക്കുന്ന ഈ പരിസര പ്രദേശത്തടക്കമുള്ള ജനങ്ങൾക്ക് ഏറ്റവും നല്ല ചലച്ചിത്ര താരം രഘു ദാമോദരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ ജനൌഷധി സീനിയർ നോഡൽ ഓഫീസർ പൂർണിമ എസ് നായർ അധ്യക്ഷയായി. അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഹംസ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീന ഷിബു, അലേമൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ശോഭന, സുനിൽ ദത്ത്, രമ്യ, ജി പ്രമോദ്, ബിന്ദു, ജേക്കബ് മാത്യു, എം സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം സംഘടിപ്പിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. മടത്തറയിൽ നിന്നാരംഭിച്ച് ചോഴിയക്കോട്, ഓന്തുവച്ച, ആനക്കുളം, കരികോൺ, ആലഞ്ചേരി, അഗസ്ത്യക്കോട്, അമ്പലമുക്ക്, പുനലൂർ, അലിമുക്ക് വഴിയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ ബാലചന്ദ്രൻ, പി വി പ്രശാന്ത്, ഗിരിജാ മുരളി, ജി ശ്രീധരപിള്ള, വി വൈ വർഗീസ്, കെ എൻ വാസവൻ, നന്ദകുമാർ, കെ ബാബു പണിക്കർ, വി എസ് സതീഷ്, ലിജു ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അവലോകന യോഗത്തിൽ പങ്കാളികളായി. ലൈവ് വാർത്ത അഞ്ചൽ. അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പ്രവാസി സംഘടനയുടെ ധനസഹായം. സൗദി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയാണ് പത്തനാപുരം പള്ളിവടക്കതിൽ തൻസീറിന് സഹായവുമായി എത്തിയത്. പള്ളിമുക്ക് പള്ളിവടക്കിയതിൽ കമറുദ്ദീൻ ഫാത്തിമ ദമ്പതികളുടെ മകൻ തൻസീറിന്റെ വലതുകാൽ വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടു. പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതിയാണ് ദുരന്തം സംഭവിച്ചത്. കടയ്ക്കാമണിന് സമീപം പ്രധാന പാതയിൽ വെച്ചുണ്ടായ അപകടത്തിൽ തൻസീറിന്റെ വലതുകാലിന്റെ മുട്ടിനു താഴ്വശം അറ്റുപോവുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ തൻസീറിന് കൊല്ലം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ വീട്ടിലെത്തി 75,000 രൂപയുടെ ചെക്ക് കൈമാറി. നമ്മുടെ അവശത അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന പ്രവാസികളുടെ ഉന്നമനമാണ് ഏറ്റവും ലക്ഷ്യമിടുന്നത് എങ്കിൽ പോലും ജീവകാരുണ്യ രംഗത്ത് ഇതുപോലെയുള്ള വ്യത്യസ്തമായ മുഖങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഷെയ്ഖ് ഫരീദിനെ പോലെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സഹായങ്ങൾ എത്തിക്കുന്നത്. അതിന് നവാസ് ഖാൻ പത്തനാപുരത്തെ പോലെയുള്ള ഇതിൻ്റെ പ്രസിഡന്റ് അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടാണ് ഈ ശ്രമങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാവർക്കും സൗദി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് എം നവാസ് പത്തനാപുരം, രാധാകൃഷ്ണൻ കൊട്ടാരക്കര, ഗ്രാമപഞ്ചായത്ത് അംഗം എം ഷേഖ് പരീദ്, അബ്ദുൽ സലീം, സുലൈമാൻ ഇടത്തറ, റിയാസ് പുനലൂർ എന്നിവരും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ തൻസീറിന് ഒരു കൃത്രിമക്കാൽ വയ്ക്കുവാൻ 7 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. പരസഹായമില്ലാതെ നടക്കാൻ സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ 9-ാം ക്ലാസ്സുകാരൻ. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. കേരള പോണി സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പുനലൂരിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ കേന്ദ്രം ബോധപൂർവം ശ്രമിക്കുകയാണെന്നും മന്ത്രി. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.